അച്ഛന്മാരെ മാതാപിതാക്കളെ നമ്മുടെ കല്ലിയുടെ കടം ഇപ്പോൾ ആച്ഛാദനം ചെയ്തു. ഈ സ്കൂളിനെ അനുഗ്രഹമായി ഈ ഇതിനെ കാത്തുകൊള്ളുന്ന ഒരാളായിട്ട് ഇവിടെ ഇപ്പോഴുണ്ടാകും. ഞാൻ പാമ്പാടിയിൽ വരാനുള്ള കാരണം പ്രദേശത്തു നിന്നും പഠിച്ച് അതിനുശേഷം സെമിനാരിൽ എന്നെ പഠിപ്പിക്കുവാൻ ഏർപ്പെടുത്തി. അന്ന് 31 വയസ്സ്. അതിനുശേഷം എനിക്ക് പണി തന്നു. അത് കാരാപ്പുഴ ചാപ്പലായിരുന്നു. പാമ്പാടത്തിൽ വേണ്ടി പണിയിപ്പിച്ച ഒരു ചാപ്പൽ. അവിടെ പോകാൻ വളരെ പ്രയാസമായിരുന്നു. ഒരു ദിവസം പോയപ്പോൾ പോകണ്ടെന്ന് തോന്നി. എന്തായാലും 1 പോയി 2 പോയി, അങ്ങനെ 15 വർഷം അവിടെ അച്ഛനായിരിക്കുന്നു. അത് മാത്രമല്ല, പാമ്പാടത്തിൽ ഇനി കഴിച്ച ആ ദേവാലയം പുതുക്കിക്കൊണ്ടത് നല്ലൊരു ദേവാലയം കാരാപ്പുഴ ചാപ്പലായിരുന്നു. അതിൻ്റെ അനുഗ്രഹമാണ്. കാരാപ്പുഴ ചാപ്പലിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഗ്രഹമാണ്. പാമ്പാടിൻ്റെ ഒരു അനുഗ്രഹമാണ്. പാമ്പാടിൽ തന്നെ മെത്രാജനായിട്ട് വരാനുള്ള കാരണം. ഞാൻ എവിടെ പോകുന്ന എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ കോട്ടയം മെത്രാസനത്തിൻ്റെ അച്ഛനായി അപ്പോയിൻ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് പാമ്പാടിയിൽ വരുമ്പോൾ അവിടെ ഇറങ്ങി നടന്നാണ് പോയത്. ഞാൻ വിളിച്ച് അടുത്താണെന്ന് വിചാരിച്ചു. നടന്ന് അതിന് വശം കിട്ടും. പാമ്പാടത്തിൽ എവിടെയാണോ ഇത് സാഹചര്യം ആരും വരാനില്ലാത്ത ഒരു സ്ഥലം. അന്ന് വണ്ടിയുള്ളവരുണ്ട്. എന്തായാലും അങ്ങനെ ചെന്നു. പിന്നെ പാമ്പാടി പെരുന്നാളൊക്കെയും പോകുമായിരുന്നു. അങ്ങനെയാണ് പാമ്പാടി വന്നു ചേരുവാനിടയായി. പാമ്പാടത്തിൻ്റെ എൻ്റെ കാരാപ്പുഴ ചാപ്പൽ പണിയിച്ചതിൻ്റെ എൻ്റെ അത് 10-15 ലക്ഷം രൂപയായി. ഇടവക്കാർക്ക് തന്നത് 3 ലക്ഷമാണ്. ബാക്കി മുഴുവൻ ഞാൻ പോയി തിരിച്ചു വന്ന് പണിയിച്ചു. പൊതാശ്ശേരി കേട്ടിട്ട് പോകാൻ കുഴപ്പമാണ്. അത് പാമ്പാടി തിരുമേനിയുടെ പേര് അനുഗ്രഹത്തിൻ്റെ അടയാളമായി കാരാപ്പുഴയിൽ നിലകൊള്ളുന്നു. പാമ്പാടി തിരുമേനി കോട്ടയിൽ വരുമ്പോൾ താമസിച്ചിരുന്നത് കാരാപ്പുഴയാണ്. അവിടെ ഒരു വീട്, ചെറിയ കെട്ടിടവുമുണ്ട്. ഈ പള്ളിയുമുണ്ട്. ആകട്ടെ ഇന്നിവിടെ വന്ന് ഇത് സംബന്ധിക്കുവാനിടയായാലും സന്തോഷം. ഞാനിങ്ങനെ സംബന്ധിക്കാറുള്ളതല്ല. പിന്നെ എനിക്ക് സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ. പാമ്പാടത്തിന് വിളിച്ചിരുന്നില്ല. അവിടെ ഇരിക്കാൻ ആകട്ടെ മണി 12 കഴിഞ്ഞു. നിങ്ങളൊക്കെ ആയുസും കൊടുത്തു. പിന്നീട് നിങ്ങൾക്ക് വേറെ വശപ്പെടുന്ന അവരുടെ എത്രയും വേഗം ഇത് തീർക്കണമെന്നുള്ളതായ ഓർമ്മകൾ ദൈവങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.